ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത വിവാദത്തിൽ കോൺഗ്രസിൽ നടപടി ഉണ്ടായിരിക്കുന്നു. കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കളെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. ബാലകൃഷ്ണൻ പെരിയ, രാജൻ, പ്രദീപ് എന്നിവരെയാണ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. പ്രത്യേക KPCC അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ നടപടി വന്നിരിക്കുന്നത്. 3 പേരും നടത്തിയത് കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. റോഷി പാൽ നമുക്കൊപ്പം അല്പസമയത്തിനോടകം തന്നെ ചേരും. വളരെ പ്രധാനപ്പെട്ട നടപടിയാണ് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കാസർഗോഡിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കിയിട്ടുള്ള വിവാദത്തിൽ ഇപ്പോൾ ഈ കൊലക്കേസ് പ്രതിയുടെ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. റോഷിപാൽ ചേരുകയാണ്. റോഷിപാൽ, ഇവർ കുറ്റക്കാരാണെന്ന് നേരത്തെ തന്നെ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് തന്നെ പാർട്ടി കടന്നിരിക്കുന്നു. തീർച്ചയായും പെരിയ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ KPCC ഭാരവാഹി അടക്കമുള്ളവർ പങ്കെടുത്തത്. പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് KPCC നേതൃത്വം അന്വേഷണ സമിതിയെ നിശ്ചയിച്ചത്. രാഷ്ട്രീയ സമിതിയും N സുബ്രഹ്മണ്യനും PM നിയാസും നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. KPCC സെക്രട്ടറിയായ പെരിയ ബാലകൃഷ്ണൻ, കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികളായ പ്രദീപ്, രാജൻ, രാമകൃഷ്ണൻ എന്നിവരാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ഇവർ കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. ഒപ്പം ഈ പ്രവർത്തനത്തിലൂടെ രക്തസാക്ഷിയും ഒപ്പം രക്തസാക്ഷിയുടെ കുടുംബത്തെയും അപമാനിച്ചു എന്ന വിധത്തിലും പാർട്ടി നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കാൻ നേതൃത്വം നിർബന്ധിതമായിരിക്കുന്നത്. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയാണ് കോൺഗ്രസ് KPCC അധ്യക്ഷൻ K സുധാകരന് അന്വേഷണ സമിതി കൈമാറിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കി നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. റോഷിപാൽ, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, DCC നേതൃത്വത്തിനെതിരെ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്ന വിധത്തിലുള്ള കണ്ടെത്തലുകൾ KPCCയുടെ 2 അംഗ അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഈ നേതാക്കളെ പുറത്താക്കിയ നടപടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ, അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് ഏതെങ്കിലും തരത്തിൽ കടക്കുന്നുണ്ടോ KPCC? ബിനിൽ, അന്ന് സമിതി നൽകിയ റിപ്പോർട്ടിൽ മറ്റു പ്രധാനപ്പെട്ട പരാമർശങ്ങൾ അത് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിരുന്നു. ജില്ലാ കോൺഗ്രസ് നേതൃത്വം പെരിയ രക്തസാക്ഷികളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ അടക്കം വലിയ വീഴ്ച വരുത്തി എന്നൊരു വിലയിരുത്തൽ നേതൃത്വം അന്വേഷണ സമിതി റിപ്പോർട്ടിലുണ്ട്. അതിനൊപ്പം തന്നെ ജില്ലയിൽ 25 രക്തസാക്ഷികൾ, അത് കോൺഗ്രസിന്റെ കണക്കുള്ള രക്തസാക്ഷികളാണ്. ആ രക്തസാക്ഷി കുടുംബങ്ങളുമായി നേതൃത്വത്തിന് ഒട്ടും ബന്ധമില്ല. അത് വലിയ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വം ഇനി സംസ്ഥാനത്തുള്ള കോൺഗ്രസ് രക്തസാക്ഷികളുടെ കുടുംബങ്ങളുടെ മുഴുവൻ ഏകോപനം, അവരുടെ സംരക്ഷണം അടക്കം ഏറ്റെടുക്കണം. അതിന് പ്രത്യേക കമ്മിറ്റിയെ നിശ്ചയിക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലുള്ള മറ്റു കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പരിശോധിച്ച് നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. ആദ്യ റിപ്പോർട്ടിൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ 4 പേർക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ MP ആയ രാജ്മോഹൻ ഉണ്ണിത്താനെ അപമാനിച്ചു എന്നടക്കമുള്ള കുറ്റങ്ങളും ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ നടപടി എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം KPCC ഭാരവാഹിയാണ് ബാലകൃഷ്ണൻ പെരിയ. മാത്രവുമല്ല KPCCയുടെ റേഡിയോൻ്റെ ചുമതല കൂടി ബാലകൃഷ്ണൻ പെരിയയ്ക്കുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെയാണ് ഇപ്പോൾ ഒരു നടപടി KPCC നേതൃത്വം തന്നെ എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല ഈ പ്രദേശവാസികളാണ്. പ്രതിയുടെ മകൻ്റെ വിവാഹത്തിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ ഇവർ മുന്നിലുണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ വിവാഹ സൽക്കാരത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയതെന്ന് അടക്കമുള്ള കണ്ടെത്തൽ ഈ റിപ്പോർട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം കടുത്ത നടപടി സ്വീകരിക്കുകയും സസ്പെൻഷന് പകരം പാർട്ടിയിൽ നിന്ന് തന്നെ ഈ 4 പേരെയും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ബിനിൽ, റോഷിപാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസ് നേതൃത്വത്തിന്, സംസ്ഥാനത്തിലെ കോൺഗ്രസിന് ഉൾപ്പെടെ വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ഒരു വിവാദമാണ്. കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച 2 പേരായി പറയുന്ന കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതക പ്രതിയുടെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് അത്രയധികം നാണക്കേടുണ്ടാക്കിയതായി തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിലാണിപ്പോൾ റോഷിപാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സസ്പെൻഷനിലേക്ക് പോലും
പോകാതെ കടുത്ത നടപടിയിലേക്ക് KPCC പോയിരിക്കുന്നത്. ഇത് ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയയുടെ ഉൾപ്പെടെ പ്രതികരണത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. നേരത്തെ ബാലകൃഷ്ണൻ പെരിയ രാജ്മോഹൻ ഉണ്ണിത്താനും ഈ പ്രതികളുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി വന്നിരിക്കുന്നു. ബാലകൃഷ്ണൻ പെരിയ, രാജൻ പ്രദീപ് എന്നിവരെയാണ് പുറത്താക്കിയിരിക്കുന്നു. KPCCയുടെ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. റോഷിപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അതിലാണ് കടുത്ത നടപടിയിലേക്ക് തന്നെ പോയിട്ടുള്ളത്. ഈ നടപടിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? DCC നേതൃത്വത്തിന് ഉൾപ്പെടെയുള്ള പരാതികളിൽ അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ വിശദമായ രീതിയിലുള്ള പഠനം നടത്തിയ ശേഷം മാത്രം മറ്റു നടപടികളിലേക്ക് പോയാൽ മതിയെന്നാണോ? ബിനിൽ, ഒന്ന് KPCC രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അന്വേഷണ സമിതിയെ നിശ്ചയിച്ചത്. രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനും KPCC ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് PM നിയാസും അടങ്ങുന്ന സമിതി കാസർഗോഡ് നേരിട്ടെത്തി നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും മൊഴി ശേഖരിച്ച ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി KPCC അധ്യക്ഷന് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങളിൽ ഒന്ന്, ഈ വിവാഹ ചടങ്ങിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പോയത് അത് വലിയ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഈ സംഘടനയുടെ ഏറ്റവും വലിയ അച്ചടക്ക ലംഘനമായി തന്നെയാണ് നേതൃത്വം കണക്കാക്കിയത്. കാരണം പെരിയയിലെ ഇരട്ടക്കൊല അത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ആ പ്രതികളുമായി ഒത്തുപോവുക അല്ലെങ്കിൽ അതൊരു ഈ തരത്തിൽ അവർക്ക് പ്രതികളെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതികളുമായി സഹകരിക്കുന്ന രീതിയിലേക്ക് നേതാക്കൾ പോകുന്നത് ക്ഷമിക്കാൻ പറ്റുന്ന കുറ്റമല്ല. അത് പ്രാദേശികമായി തന്നെ വലിയ വികാരം ഈ നേതാക്കൾക്കെതിരെ, ഈ ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ പ്രാദേശികമായി പെരിയയിൽ വികാരം ഉയർന്നു വരികയും ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ അതുകൊണ്ട് ഈ വിഷയം ഏറ്റെടുത്ത് പരാതി KPCC നൽകുകയും ചെയ്തു. ഓഡിറ്റോറിയം സജ്ജമാക്കുന്നതിലടക്കം നേതാക്കൾ സഹായിച്ചു. ഈ കേസിലെ പ്രതിയായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിന് സഹായം നൽകി എന്ന വിലയിരുത്തലും പരാതികളും വ്യാപകമായുണ്ട്. ഇതിന് പുറമെയാണ് പെരിയ രക്തസാക്ഷി കുടുംബത്തെ കൃത്യമായി സംരക്ഷിക്കുന്നതിൽ DCC നേതൃത്വത്തിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന പരാതി. പലപ്പോഴും DCC നേതൃത്വം ഇവരെ അവഗണിക്കുന്നതായുള്ള ആക്ഷേപങ്ങൾ വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. രക്തസാക്ഷി കുടുംബത്തിന്റെ ശരത് ലാലിന്റെയും ഒപ്പം കൃപേഷിന്റെയും മാതാപിതാക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഈ അന്വേഷണ സമിതി റിപ്പോർട്ട് KPCC കൈമാറിയത്. ഈ റിപ്പോർട്ടിലാണ് 25 രക്തസാക്ഷികൾ കാസർഗോഡുണ്ട്. ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല DCC വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കല്യോട്ടെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനാണിപ്പോൾ KPCC അംഗമായിട്ടുള്ള ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് KPCC നേതൃത്വം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.